സർ, ഇന്ത്യൻ ആക്രമണത്തിൽ സമാനതകളില്ലാത്ത നാശമുണ്ടായതോടെ പാകിസ്ഥാൻ സഹായത്തിനായി സൗദി, അമേരിക്ക, ചൈന തുടങ്ങിയ രാജ്യങ്ങൾ ബന്ധപ്പെട്ടു. ഇതോടെ അമേരിക്ക ഇരു രാജ്യങ്ങളുമായി സംസാരിച്ച് വെടിനിർത്തലിന് കളമൊരുക്കി എന്നാണ് വാർത്തകൾ. ഇത് ശരിക്കും ശരിയാണോ? നമ്മൾ കിട്ടുന്ന ഒരു ന്യൂസ് അനുസരിച്ച് നമുക്ക് അങ്ങനെയാണ് അത് വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം പാകിസ്ഥാൻ മുറവിളി കൂട്ടുന്നു, പാകിസ്ഥാൻ ബെഗ് ചെയ്യുന്നു, പാകിസ്ഥാൻ US സ്റ്റേറ്റ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റിനെയൊക്കെ കാണാൻ ശ്രമിക്കുന്നു, പാകിസ്ഥാൻ ചൈന വഴി ഇന്ത്യയെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നു ഒക്കെ ന്യൂസാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശരിക്കും ഓൺ ഗ്രൗണ്ടിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാലും ഒരു ഈ 9-10 ദിവസങ്ങളിൽ, 9-ാം തീയതി 10-ാം തീയതി ഒക്കെയുള്ള ദിവസങ്ങളിൽ ഉള്ള ആക്ഷൻസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ ഒരു രീതിയിൽ പോയി കഴിഞ്ഞാൽ ഇന്ത്യ വളരെയധികം മുന്നേറാൻ സാധ്യതയുള്ള ഒരു രീതിയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. പാകിസ്ഥാൻ ഒട്ടും പിടിച്ചു നിൽക്കാൻ വയ്യാത്ത ഒരു സ്റ്റേജിലേക്കാണ് അവർ നീങ്ങിക്കൊണ്ടിരുന്നത്. അപ്പോഴാണ് അവരുടെ ആ ഒരു നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന, അവരുടെ മോശമായിട്ടുള്ള ഇക്കോണമിയിൽ വീണ്ടും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു എക്കോണമി, അതായത് അവരുടെ എയർഫീൽഡൊക്കെ നശിക്കുന്നു, അവരുടെ എയർപോർട്ടൊക്കെ നശിപ്പിക്കുന്നു, അവരുടെ പലതരത്തിലുള്ള കെട്ടിടങ്ങളൊക്കെ ഇൻഫ്രാസ്ട്രക്ചർ നശിച്ചുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ എത്രമാത്രം രൂപയുടെ ആവശ്യങ്ങളുണ്ട്. അങ്ങനെ പാകിസ്ഥാൻ ഒരു മോശമായ അവസ്ഥയിൽ നിന്ന് തീരെ മോശമായ ഒരു അവസ്ഥയിലേക്ക് പോകുന്ന ഒരു കാര്യമാണ് നമുക്ക് അപ്പോഴൊക്കെ കാണാൻ കഴിഞ്ഞതും കേൾക്കാൻ കഴിഞ്ഞത് റേഡിയോയിലൂടെ. അതിൽ കൂടാതെ അവരുടെ ഇൻറ്റേർണൽ, ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ട് അവരുടെ ആഭ്യന്തര കലഹങ്ങളും അവരുടെ അകത്തുള്ള പ്രശ്നങ്ങളും, ആർമിയിൽ തന്നെ ഞാൻ ഏതോ ഒരു അവസ്ഥയിൽ കേട്ട ഒരു ന്യൂസിൽ നിന്ന് കേട്ട ഇങ്ങനെ അവരുടെ ആർമിയിൽ തന്നെ 2-3 ഒരു ബ്രേക്കായിട്ട് 2-3 ഗ്രൂപ്പുണ്ട്. ഒന്ന് ഇതിന് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ്, ഇത് സപ്പോർട്ട് ചെയ്യാത്തൊരു ഗ്രൂപ്പ്, പിന്നെ അവർ അബദ്ധത്തിലേക്ക് ചാടിക്കുന്നുവെന്ന് പരാതി പറഞ്ഞിട്ടുള്ള വേറൊരു, ഇങ്ങനെയൊക്കെ അവരുടെ അകത്ത് തന്നെ ഫ്രാക്ഷൻസും ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നൊരവസ്ഥയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ പാകിസ്ഥാൻ ഒരിക്കലും പിടിച്ചു നിൽക്കാതെ വരുമ്പോൾ അവർ ചിലപ്പോൾ മറ്റുള്ള രാജ്യങ്ങളോട് അപേക്ഷിക്കേണ്ട ഒരവസ്ഥ വരും. ഡയറക്റ്റ് ഇന്ത്യയുമായിട്ട് അപേക്ഷിക്കാനോ അല്ലെങ്കിൽ പറയാനോ ഉള്ള നാണക്കേട് കൊണ്ടായിരിക്കാം അവർ. പക്ഷേ അതും തെറ്റാണെന്നാണ് പറഞ്ഞത്. ഇനി അങ്ങോട്ട് നമുക്ക് ചിന്തിച്ച് നോക്കാമെങ്കിൽ അവരുടെ DGMOയും നമ്മുടെ DGMOയുമായിട്ട് ഉച്ചയ്ക്ക് 3:15 സംസാരിച്ചു എന്നൊക്കെ ന്യൂസുകൾ വരുന്നുണ്ട്. അപ്പോൾ അത് അവർ തന്നെയാണ് ആദ്യം ഇങ്ങോട്ട് വിളിച്ച് സംസാരിക്കാൻ കാരണം. അപ്പോൾ അവർ നമ്മളോടും സംസാരിച്ചു എന്നുള്ളതാണ് എൻ്റെ അർത്ഥം, അതൊക്കെ ശരിയാണെങ്കിൽ. അപ്പോൾ അവർ മറ്റുള്ള പല രാഷ്ട്രങ്ങളുമായിട്ട്, ചൈന വഴി ശ്രമിച്ചു, US-ഉമായിട്ട് ഡയറക്റ്റ് US-ൻ്റെ സ്റ്റേറ്റ് സെക്രട്ടറിയുമായിട്ട് സംസാരിച്ചു, അതേപോലെ തുർക്കിയുമായിട്ട് സംസാരിച്ചു, സൗദി അറേബ്യയുമായിട്ട് സംസാരിച്ചു. സൗദി അറേബ്യയിലെ ആ കിങ്ങൊക്കെ ഇവിടെ വന്നിട്ട് നമ്മളെ കാണുകയും തിരിച്ച് അവിടെ പോവുകയും അവരുമായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്ത ഒരു ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ടായതിനിടയ്ക്ക്. ഈ സംസാരത്തിലും ഈ തരത്തിലുള്ള ആക്ഷൻസ് നടക്കുമ്പോഴും അതിൻ്റെ അകത്ത് പുറകെ ഏതോ ഒരു ശക്തി അല്ലെങ്കിൽ 2-3 ശക്തികൾ, അത് വിദേശ ശക്തികളായിരിക്കട്ടെ അല്ലെങ്കിൽ അവരുടെ ശക്തികളായിക്കോട്ടെ, അവർ ഇത് തമ്മിൽ ബന്ധിപ്പിച്ചത് ഒത്തുതീർപ്പിക്കാനുള്ള ശ്രമത്തിലേക്ക് പോകുന്ന ഒരവസ്ഥ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. മധ്യസ്ഥത വഹിച്ചെന്നാണ് ട്രംപും അമേരിക്കയും പറയുന്നത്. ഇന്ത്യയെ തള്ളിക്കളയുന്നു. മധ്യസ്ഥത ഇല്ലാതെയാണ് വെടിനിർത്തൽ നിലവിൽ വന്നത്. അപ്പോൾ നമ്മുടെ ഏറ്റവും വലിയൊരു ഒരു ഫ്രണ്ട്ഷിപ്പായിട്ട് ഉള്ള ഒരു രാജ്യമാണ് US-ഉം ട്രംപും, US-ൻ്റെ പ്രസിഡന്റ് ട്രംപും നമ്മുടെ പ്രധാനമന്ത്രിയായിട്ടൊക്കെ വളരെ അടുപ്പമുള്ള ആൾക്കാരാണ്. പിന്നെ നമ്മുടെ രാജ്യത്തോട് വളരെയധികം സോഫ്റ്റ് കോർണറുള്ള ഒരു രാജ്യമാണ് ഇന്ന് അമേരിക്ക. അപ്പോൾ അമേരിക്ക അത് പറയുമ്പോൾ അമേരിക്ക അത് ചെയ്തിരിക്കാമെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമെന്ന് ആലോചിക്കാം. പക്ഷേ നമുക്ക് ഒരു പോളിസി ഉണ്ടായിരുന്നു, പ്രത്യേകിച്ച് പാകിസ്ഥാൻ്റെ കാര്യത്തിൽ നമുക്കൊരു പോളിസി ഉണ്ടായിരുന്നു. ഒരു തേർഡ് കൺട്രി നമ്മുടെ ഇതിൽ ഇടപെടാൻ പാടില്ല എന്നുള്ളത്. അതായത് ഇപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഒരു പ്രശ്നത്തിൽ ഒരു മൂന്നാമതൊരു രാജ്യം ഇടപെടുന്നത് തെറ്റാണ് നമ്മൾ പണ്ടേ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അത് നോക്കുമ്പോൾ നമ്മൾ ഈ US-ൻ്റെ ഇടപാട് അത്ര നല്ലതാണെന്ന് നമുക്ക് തോന്നിയിട്ടില്ലായിരുന്നു. ഇൻഫാക്ട് ട്രംപിൻ്റെ ആദ്യത്തെ ഒരു ട്വിറ്റർ വന്നപ്പോൾ ഞാനത് കാണുകയായിരുന്നു. ഒരു ട്വീറ്റ് വന്നപ്പോൾ ഞാൻ ആ ട്വീറ്റിൽ കൂടെ നോക്കുമ്പോൾ അദ്ദേഹം അഭ്യർത്ഥിക്കുന്ന ചില കാര്യങ്ങളുണ്ടായിരുന്നു. ഇത് കണ്ടുടനെ നമ്മുടെ ഒരു വലിയ ഒരു ലീഡിങ് ഒരു മാധ്യമം, അതിൻ്റെ ഹെഡായിട്ടിരിക്കുന്ന അദ്ദേഹം പെട്ടെന്ന് തന്നെ എയറിൽ വരികയും പറയുകയും ചെയ്ത് ട്രംപ് ആരാണ് നമുക്കെതിരായിട്ട് സംസാരിക്കാൻ, വളരെ വികാരപരിതമായിട്ട് സംസാരിക്കുന്ന കാര്യമാണ് നമുക്കുണ്ടായത്. അപ്പോൾ അദ്ദേഹം അത് തള്ളിക്കളയുക ചെയ്തത്. ട്രംപിന് നമുക്ക് എന്താണ് കാര്യമുള്ളത്? ട്രംപ് നമുക്ക് ഒരു പ്രധാനമന്ത്രിയില്ലേ, നമ്മുടെ പ്രധാനമന്ത്രിയല്ലേ ഇത് പറയേണ്ടത്, ട്രംപാണോ ഇത് പറയേണ്ടത് എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നത് ഞാൻ കേട്ടു. അപ്പോൾ അതൊക്കെ നമ്മുടെ ഇടയിലുണ്ടായ ഒരു വലിയ വികാരം, അതായത് ഒരു അഡ്വാൻറ്റേജായിട്ട് നമ്മൾ പോകുന്ന ഒരു അവസരത്തിലാണ് ഇതൊരു സീസ് ഫയർ ആക്കണമെന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ട്രംപിനേക്കാൾ പിന്നെ നമ്മുടെ ഇദ്ദേഹം സംസാരിച്ചു, വിദേശകാര്യ സെക്രട്ടറി സംസാരിച്ചു, ശ്രീമാൻ മിസ്ത്രി. അദ്ദേഹം സംസാരിച്ചപ്പോൾ എന്താ പറഞ്ഞത്? ഇപ്പം ട്രംപിൻ്റെ കാര്യമേ അദ്ദേഹം പറഞ്ഞിട്ടില്ലായിരുന്നു. അദ്ദേഹം പറഞ്ഞത് പാകിസ്ഥാൻ DGMO ഇവിടെ നമ്മുടെ DGMO ഹോട്ട് ലൈനിൽ സംസാരിച്ചു. അതൊരു 3.25 മണിക്കാണ് സംസാരിച്ചത്. അപ്പം
പാകിസ്ഥാൻ്റെ DGMO നമ്മുടെ DGMOയെ നമ്മളൊരു സീസ് ഫയർ ഉണ്ടാക്കണം എന്ന് അഭ്യർത്ഥിക്കുകയുണ്ടായിരുന്നു. ആ അഭ്യർത്ഥന അവിടെ ആലോചിച്ച് പറയാമെന്ന് പറഞ്ഞ് അങ്ങനെ ഒരു തീരുമാനം അവർ രണ്ടുപേരും എടുത്ത തീരുമാനത്തിലാണ് വൈകിട്ട് 5 മണിക്ക് ഒരു സീസ് ഫയർ ഡിക്ലെയർ ചെയ്യാൻ കാരണം എന്നാണ് നമ്മുടെ ഫോറിൻ സെക്രട്ടറി പറഞ്ഞത്. ഫോറിൻ സെക്രട്ടറി എപ്പോഴും ട്രംപിൻ്റെ ഒരു ഇത് പറഞ്ഞിട്ടില്ല. പിന്നെയാണത് ട്രംപിൻ്റെ കാര്യങ്ങളോട്ട് ട്രംപാണ് ഇതിന് പ്രത്യേക ഇനിഷ്യേറ്റീവ് എടുത്തതെന്നൊക്കെ പറഞ്ഞിട്ട് കഴിഞ്ഞ 24 മണിക്കൂറായിട്ടോ അല്ലെങ്കിൽ 2 രാത്രികളായിട്ട് അദ്ദേഹം ശ്രമിക്കുന്നതാണെന്നൊക്കെ പറഞ്ഞത് പിന്നെയാണ് ആ ന്യൂസുകൾ വന്നു തുടങ്ങുന്നത്. ഒഫീഷ്യൽ വേർഷൻ ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ 2 DGMOമാരുള്ള സംസാരവും അതിനെ തുടർന്നുള്ള ഒരു സീസ് ഫയർ ഡിക്ലറേഷനുമായി ആയിട്ടാണ്. പക്ഷെ നമ്മൾ ഒരു കാര്യം ആലോചിക്കേണ്ടത് ഇതൊരു സീസ് ഫയർ ഡിക്ലറേഷനാണ്, ഇതൊരു പീസ് സെറ്റിൽമെൻ്റ് അല്ല, ഒരു വെടിനിർത്തൽ മാത്രമാണ്. അതിൻ്റെ എൻഡ് എന്തായിരിക്കുമെന്ന് ഇനി വരുന്ന ദിവസങ്ങളുണ്ടാകുന്ന അജിറ്റേഷൻ, ഇനി വരുന്ന ദിവസങ്ങളുണ്ടായിരുന്ന റിയാക്ഷൻസ്, പാകിസ്ഥാൻ്റെ റെസ്പോൺസ് എങ്ങനെയിരിക്കും എന്നുള്ളത് ആയിരിക്കും പൂർണ്ണമായി നീക്കാൻ പോകും. പാകിസ്ഥാൻ ആണവായുധം ഉപയോഗിക്കുമെന്ന രഹസ്യാന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് US ഇടപെടൽ ഉണ്ടായതെന്ന് പറയുന്നു. ഇത് ശരിയായിരിക്കും? ഈ ആണവായുധത്തിനെ കുറിച്ച് പാകിസ്ഥാൻ തുടക്കത്തിൽ തന്നെ പേടിപ്പെടുത്തുന്ന രീതിയിലൊക്കെ സംസാരിച്ചിട്ടുണ്ട്. എന്ന് പറയുമ്പം ആണവായുധം നമുക്കുമുണ്ട്. അപ്പം ആണവായുധം ഉപയോഗിച്ച് ഏതെങ്കിലും രാജ്യം ഇന്നത്തെ ഒരവസ്ഥയിൽ ഒരു പേടിപ്പെടുത്തുന്നതായാലും അങ്ങനെ ഒരു ഡിക്ലറേഷൻ നടത്തി ഒരു യുദ്ധമുണ്ടാക്കി അല്ലെങ്കിൽ ആണവായു ഉപയോഗിക്കാനൊക്കെ ശ്രമിക്കുമെന്ന് പറയുന്നത് എനിക്കത് പ്രാക്ടിക്കൽ അത്ര ശരിയായിട്ട് തോന്നുന്നില്ല. കാരണം അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ രാജ്യത്തിന് മാത്രമല്ല നമുക്കെതിരായിട്ട് ഉപയോഗിച്ചാൽ അവർക്കും അതിൻ്റെയൊക്കെ ഒരു പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും. അവർക്കും നമ്മൾ മര്യാദയ്ക്കിരിക്കില്ല, അവർ പിന്നെ ലോകരാഷ്ട്രങ്ങളുടെ ഇടയ്ക്ക് തന്നെ അതൊരു പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിലേക്ക് പോകും. ഇന്നത്തെ ഡിപ്ലോമസിയിൽ ലോകരാഷ്ട്രങ്ങൾ അത് ഒരിക്കലും അത് സമ്മതിക്കുന്ന ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അത് പ്രത്യേകിച്ചും US-ഉം ചൈനയൊക്കെ ഇടപെട്ടിട്ടുള്ള കാര്യത്തിൽ ഇപ്പം തന്നെ നമ്മുടെയൊക്കെ ഇക്കോണമിയൊക്കെ വളരുന്ന ഒരവസ്ഥയിൽ, ഇന്ത്യയെ സംബന്ധിച്ച് ഇക്കോണമി വളരുന്ന അവസ്ഥയിൽ നമുക്കും ഒരു ന്യൂക്ലിയർ അവസ്ഥയിലേക്ക് പോകാൻ സാധിക്കുമെങ്കിലും അങ്ങനെ ചെയ്യണമെന്ന് നമുക്ക് മനസ്സിലാഗ്രഹം ഒന്നുമില്ല. പിന്നെ ചൈനയെ പിന്നെ പാകിസ്ഥാൻ അത് ചെയ്യുമോ എന്ന് ചോദിച്ചാൽ പാകിസ്ഥാനും ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടല്ല ഇത് പറയുന്നത്. ഇതൊരു പേടിപ്പെടുത്തലാകാം, അല്ലെങ്കിൽ നമ്മുടെ ഒരു സൈക്കോളജിയെ ടെസ്റ്റ് ചെയ്യുന്ന രൂപത്തിൽ നമ്മളിതിന്ന് പിൻവലിച്ച് പോകട്ടെ എന്നുള്ള ഒരർത്ഥത്തിലായിരിക്കാം പറയുന്നതെന്നാണ് ഞാനിപ്പോഴും വിശ്വസിക്കുന്നത്. സർ, വെടിനിർത്തൽ കരാർ ഇന്നലെ പാകിസ്ഥാൻ ലംഘിച്ചിരുന്നു, ഇപ്പോഴും അത് ലംഘിക്കുന്നുണ്ട്. രജൌരിയിലൊക്കെ വെടിനിർത്തൽ കരാർ ലംഘിച്ചെന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. ഇനിയും അവർ സംഘർഷത്തിന് മുതിരുകയാണ്. ഇന്നലെ രാത്രി കേട്ടുകൊണ്ടിരുന്ന ന്യൂസിൽ ഈ വെടിനിർത്തൽ പറഞ്ഞതിന് ശേഷം വൈകുന്നേരം ഡിക്ലെയർ ചെയ്തതിന് ശേഷം ഞാനൊരു 4-5 മണിക്കൂർ വീണ്ടും ഇത് ഫോളോ അപ്പ് ചെയ്ത് ഈ ന്യൂസൊക്കെ കേൾക്കാൻ തുടങ്ങി. അപ്പോൾ ന്യൂസ് കേട്ടാൻ തുടങ്ങിയപ്പോൾ ഞാനൊരു 9:30-10 മണിയോടുകൂടി വീണ്ടും പറയാൻ കഴിഞ്ഞത് അവരുടെ ഇൻ്റർ ബോർഡർ ആക്രമണങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം തന്നെയും അവർ രജൗരി, ഉറി സെക്ടറിലും പൂഞ്ച് സെക്ടറിലുമൊക്കെ ഈ രാജസ്ഥാൻ്റെ പല ഏരിയകളിലും ഈവൻ ഭുജിൻ്റെ ഒക്കെ പല ഏരിയകളിലും അഖ്നൂർ അങ്ങനെ തുടങ്ങിയ പല സ്ഥലങ്ങളിലൊക്കെ അവർ ഒരു ക്രോസ് ബോർഡറായിട്ടുള്ള ആക്ടിവിറ്റീസ് തുടങ്ങി എന്നുള്ളതാണ്. അപ്പം അത് തുടക്കത്തിൽ നമുക്ക് ചിന്തിക്കാവുന്നത് മേ ബി ഈ ഒരു ന്യൂസ് അവരുടെ മുൻപിലുള്ള ആൾക്കാർക്ക് കിട്ടിക്കാണില്ല, അതുകൊണ്ടായിരിക്കും തുടർന്ന് വിശ്വസിക്കാം. പക്ഷേ മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും ഈ പറയുന്ന മണിക്കൂറിലൊക്കെ അവരതാ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് പ്ലാൻഡാണ്, അവർ അതിൽ നിൽക്കുന്നില്ല എന്നുള്ളതാണ്. അതിലെനിക്ക് ഡിസ്കഷനിൽ നിന്നൊക്കെ അറിയാൻ കഴിഞ്ഞതെന്ന് പറഞ്ഞാൽ പാകിസ്ഥാനിലെ തന്നെ ഒരു ആർമി ഗ്രൂപ്പ് അല്ലെങ്കിൽ ഏതോ ഒരു കുറച്ച് പാകിസ്ഥാനിലുള്ള ഒരു ആർമി ഒരു ഏരിയ അല്ലെങ്കിൽ ഒരു ആർമിയുടെ ഒരു ഗ്രൂപ്പ് ഈ സീസ് ഫയർ എഗ്രി ചെയ്തിട്ടില്ല എന്നോ അവർക്കത് താല്പര്യമില്ലെന്നോ അല്ലെങ്കിൽ അവർക്കിത് ചെയ്തുകൊണ്ടിരിക്കണമെന്നുള്ള ആഗ്രഹമുള്ള രീതിയിലാണ് അവർ പോകുന്നതെന്നോ പാകിസ്ഥാനിലുള്ള ഒരു വലിയ പ്രശ്നമെന്ന് പറയുന്നത് അവിടുത്തെ ഒരു ലീഡർഷിപ്പിനെയൊന്നും ആർക്കും അത് അവരുടെ ഓർഡേഴ്സൊന്നും സ്വീകരിക്കാനോ അത് നടപ്പിലാക്കാനോ ഒന്നും പലരും താല്പര്യപ്പെടുന്നില്ല എന്നുള്ളതാണ്. ചില ആൾക്കാർക്ക് അവരുടേതായിട്ടുള്ള രീതിയിലുള്ള ഒരു രീതിയാണ്. അവർക്ക് ഫയർ ചെയ്യണമെങ്കിൽ അവർ ഫയർ ചെയ്യും, അല്ലെങ്കിൽ അവർ നിർത്തണമെങ്കിൽ അവർ നിർത്തും. അവരുടെ ലീഡേഴ്സ് പറയുന്നത് കേട്ട് ഒരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ളൊരു രീതിയിൽ നമ്മളെപ്പോലെ നമുക്ക് ഒരു ഹെറാർക്കി ഉണ്ട്. ആ ഹെറാർക്കിയുടെ ഒരു ഭാഷയിൽ നമുക്ക് നിർത്തണമെന്ന് പറയുന്നത് നമ്മുടെ അത് പറഞ്ഞ് കേൾക്കുന്ന ഒരവസ്ഥ അവർക്കില്ല. അവർക്ക് പണ്ടേ അവരങ്ങനെ ആയിരുന്നു എന്ന് ഒരു പരിധിവരെ ഈ പറയുന്നതൊക്കെ അവർ പിന്നെ വയലേറ്റ് ചെയ്യുന്ന രീതിയിലാണ് അവരുടെ ആ പ്രവൃത്തികളൊക്കെ. അപ്പോൾ അതിപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. ഇതിങ്ങനെ നടന്നുകൊണ്ടിരുന്നാൽ തീർച്ചയായിട്ടും അത് പഴയ രീതിയിലേക്ക് പോയിക്കൂടെ എന്ന് നമുക്ക് ചിന്തിക്കാം. തുർക്കി പരസ്യമായിട്ട് പാകിസ്ഥാനൊപ്പം നിന്നു ആയുധങ്ങൾ കൈമാറി. ചൈന സത്യത്തിൽ പാകിസ്ഥാനെ ഇൻഡയറക്റ്റ് ആയിട്ട് സഹായിക്കുകയായിരുന്നു.
ഇത് രണ്ടും ശരിയാണ് ഈ പറഞ്ഞത്. തുർക്കി ഓപ്പണായിട്ട് തന്നെ ഡിക്ലെയർ ചെയ്ത പാകിസ്ഥാൻ്റെ ആലി എന്നുള്ള, പാകിസ്ഥാൻ്റെ ഒരു കൂട്ട് ആണെന്നുള്ള രൂപത്തിൽ തന്നെയാണ്. തുർക്കിയുടെ ആൾക്കാർ തന്നെ അവിടെ പോയി അവരുടെ വെപ്പൺസ് തന്നെ ഉണ്ടായിരുന്നു. എത്രയോ ഡ്രോൺസ് അവരുടെ ഉപയോഗിച്ചു. അത് എത്രമാത്രം എഫക്റ്റീവ് ആയിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിച്ചു. അത്രമാത്രം എഫക്റ്റീവ് ഒന്നും തുർക്കിയുടെ ഡ്രോൺസ് ഉപയോഗിക്കാൻ അവർക്ക് പറ്റിയിട്ടില്ലായിരുന്നു. ഈവൻ മിസൈൽസ് ആയിരുന്നാലും ഈവൻ എയർക്രാഫ്റ്റ് ആയിരുന്നാലും ചൈനയുടേതായിരുന്നാലും ഒക്കെ അത്രമാത്രം ഒരു ഇഫക്റ്റീവ് ആയിട്ട് ഒന്നുകിൽ ചൈനയോ തുർക്കിയോ ഒക്കെ അവരുടെ പഴയ രീതിയിലുള്ള വെപ്പൺട്രീസ്, പുതിയ പിന്നെ ടെക്നോളജി ഇല്ലാത്ത ടെക്നോളജീസ് ഇല്ലാത്ത ഒരു വെപ്പൺട്രി അവർക്ക് കൊടുക്കുകയായിരുന്നു, അവർക്ക് വിൽക്കുകയായിരുന്നു. അല്ലെങ്കിൽ അവർ മനഃപൂർവ്വം അത് ചെയ്തതായിരിക്കുമോ, അതല്ലെങ്കിൽ അവരുടെ വെപ്പൺ ഒരു ക്വാളിറ്റി ഇല്ലാത്ത ഒരു വെപ്പനാണ് അവർ ഉപയോഗിക്കുന്നതിനുള്ള തെളിവുകളാണ് നമുക്ക് കാണാൻ പറ്റിയത്. തുർക്കിയുടെ വെപ്പൺസ് ആകട്ടെ, തുർക്കിയുടെ ഡ്രോൺസ് ആകട്ടെ, പിന്നെ ചൈനയുടെ മിസൈൽസ് ആകട്ടെ, അവരുടെ എയർക്രാഫ്റ്റ് ആകട്ടെ, ഒന്നും അത്ര എഫക്റ്റീവ് ആയിരുന്നില്ല. നമ്മുടെ S-400 മുമ്പേ ഒന്നും അല്ലായിരുന്നു എന്നുള്ളതാണ്. S-400 അവരുടെ ഏരിയയിൽ വെച്ച് തന്നെ അതിനെ പിന്നെ ഇല്ലാതാക്കാനും നമ്മുടെ ഏരിയയിലോട്ട് വരുത്താതിരിക്കാനും വരെ ശ്രമിച്ചു. അല്ലെങ്കിൽ ഇത്രയും കൂടുതൽ ഡ്രോൺസും ഇത്രയും കൂടുതൽ പിന്നെ മിസൈൽസും ഒക്കെ അല്ലെങ്കിൽ അവരിങ്ങോട്ട് ഫയർ ചെയ്തിട്ട് നമുക്ക് വലിയ നഷ്ടമൊന്നുമില്ലാതെ നമുക്ക് വളരെ നന്നായിട്ട് തന്നെ നമുക്കത് ഹാൻഡിൽ ചെയ്യാൻ സാധിച്ചു എന്നുള്ള വളരെ നേട്ടം തന്നെയാണ്. അപ്പോൾ അത് ചൈന സപ്പോർട്ട് ചെയ്തു എന്ന് ചോദിച്ചാൽ ചൈന സപ്പോർട്ട് ചെയ്തു മാനസികമായിട്ട്. പിന്നെ അവരുടെ വെപ്പൻസൊക്കെ കൊടുത്തിട്ടുണ്ട്. പല ഏരിയാസിലും ഡിപ്ലോമസിയൊക്കെ സംസാരിക്കുമ്പോഴും ചൈന സംസാരിക്കുന്നത് രണ്ടുപേരും തമ്മിൽ തീർക്കണം എന്ന് തന്നെയാണ്. ചൈന പാകിസ്ഥാൻ ചെയ്ത ആദ്യത്തെ അവസ്ഥയെ ഒരിക്കലും കണ്ടം ചെയ്തിട്ടില്ല. അത് തെറ്റാണെന്ന് അവരിതുവരെ പറഞ്ഞിട്ടില്ല. അതേസമയത്ത് രണ്ടുപേരും വിഡ്രോ ചെയ്യണം, സീസ്ഫെയർ ഉണ്ടാക്കണം എന്നൊക്കെ സംസാരിച്ചിട്ടുണ്ട്. പിന്നെ തുർക്കിയാണെങ്കിൽ ഓപ്പണായിട്ട് അവർക്ക് വെപ്പൺ കൊടുത്ത് തന്നെ സഹായിച്ചു. അവരെ മാനസികമായിട്ടും ഫിസിക്കലായിട്ടും ഒക്കെ തുർക്കി അവരുടെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം. പക്ഷേ അത് എത്രമാത്രമൊക്കെ വിജയിച്ചു എന്ന് നമ്മൾ കണ്ടതാണ്. 4-5 ദിവസത്തെ സംഭവത്തിൽ ഉള്ള പിന്നെ ഡ്രോൺസ് ആയിരുന്നാലും മിസൈൽസ് ആയിരുന്നാലും മറ്റുള്ള കൺട്രീസിൻ്റെ ആയിരുന്നാലും അവരുടെ സ്വന്തമായിരുന്നാലും ഒക്കെ എങ്ങനെയൊക്കെയാണ് അത് കണ്ടതും എങ്ങനെയൊക്കെയാണ് അത് തീർന്നതും ഒക്കെ നമ്മൾ കണ്ട കാഴ്ചയാണ്. അത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അത് പറഞ്ഞിട്ട് കാര്യമില്ല. അത് തീർച്ചയായിട്ടും അവരുടെ ഒരു പിന്നിൽ നിന്നുള്ള സഹായം, മുന്നിൽ നിന്ന് സഹായമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അത് എത്രമാത്രം എഫക്റ്റീവ് ആയി എന്നുള്ളത് നമുക്കറിയാൻ പറ്റും. അത് അത്രമാത്രം എഫക്റ്റീവ് ആയിരുന്നില്ല എന്നുള്ളതാണ് എൻ്റെ സത്യം.